അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കഞ്ഞിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുക്കിംഗ് ഒന്നുമല്ല. അപ്പോൾ ഈ മുട്ട പൊരിച്ചതാണ് അതിൻ്റെ ഹൈലൈറ്റ്. മുട്ട പൊരിച്ചതും കൂട്ടി ഒരു കഞ്ഞി ഉച്ചയ്ക്ക് തണുത്ത കഞ്ഞി മോരൊക്കെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാം ഞാൻ. അതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. ഓക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് വന്നപ്പം കടയിൽ നിന്ന് കണ്ടപ്പോൾ വെയിൽ കൊണ്ട് മടുത്താണ് വന്നത്. എന്നാൽ പിന്നെ പഴങ്കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ പഴങ്കഞ്ഞി തന്നെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടിരുന്ന കേട്ടോ. അപ്പോൾ അതിനകത്ത് ഉള്ളിയും ചതച്ച വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടിരുന്നു. വൈകിട്ടെടുക്കാം. വൈകിട്ടായാലും ഭയങ്കര ചൂടുണ്ട് ഒരു 8 മണി വരെ. അപ്പോൾ അന്നേരം എടുക്കാമെന്ന് വിചാരിച്ചാൽ ശരി. എന്തായാലും ഇപ്പോൾ ഭയങ്കര ചൂട്. ഇപ്പോൾ 1:30 മണി, ഉച്ചയ്ക്ക് 1:30 മണി സമയമാണേ. അപ്പോൾ കട്ടത്തൈര് അധികം പുളിയില്ലാത്ത നല്ല തണുത്തിരുന്ന ഫ്രിഡ്ജിലിരുന്ന തണുത്തിരുന്ന തൈരാണ്. അപ്പോൾ അത് ശകലം കൂരി ഒഴിച്ചു. ശകലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഇത്ര ഇരുന്നോട്ടെ, ഇത് ആവശ്യമുണ്ട്. ഉപ്പ്, അല്പം നാരങ്ങ അച്ചാർ, പിന്നെ ഒരു മുട്ട പൊരിച്ചത്, ബീൻസ് തോരൻ, ഇത് നീളമുള്ള ചിങ്ങപ്പയർ, ഓലഞ്ഞാലിപ്പയർ, അതും പിന്നെ മുരിങ്ങക്കായും കൂടെ അതും ഒരു തോരൻ വെച്ചതാണേ. അപ്പോൾ തോരനാണ്. പിന്നെ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും വേണ്ട. അത്യാവശ്യം വിശപ്പ് മാറാണ്ട് കഞ്ഞി കുടിക്കാൻ ഇത് മതി. തേങ്ങാ ചമ്മന്തി ഇരിപ്പുണ്ട്. രാവിലെ പൊതി കെട്ടാനൊക്കെ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത്രയും കൊണ്ട് നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു ചെറിയ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ ആരും ഇവിടെ ഉച്ചയ്ക്ക് ചോറിനാനില്ലാത്തത് കൊണ്ട് ഞാനത് കഞ്ഞിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളും നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ ആൾക്കാരും ഒന്ന് കണ്ട്. കുറേ നാളുകളായി തുടങ്ങിയ ഒരു ചാനലാണ്. ഇതുവരെ എങ്ങും എത്താതെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് മനസാക്ഷിയായിട്ട് പെരുമാറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരണം കേട്ടോ. ഇത് തുടങ്ങിയോടത്ത് തന്നെ നിൽക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.